Hello, good morning all. Good morning, ma'am. Good morning, ma'am. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പേര് കയറിയിട്ടുള്ളൂ. എന്തായാലും നമ്മള് അവര് കയറുന്ന വരെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് എന്താ പറയാ, നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് അല്ലെ? അപ്പോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ക്വസ്റ്റ്യൻസ് എഴുതിച്ച് തുടങ്ങിക്കോട്ടെ. ഹലോ. Yes, ma'am. ഓക്കെ. നമ്മളുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ആണ് നമ്മളെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തത്. എന്തായാലും നമുക്കെല്ലാം ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അതിൽ പ്രധാനമായിട്ടും നമ്മളെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്ററിലെ പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അതായത് അതില് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിന്റെ ഏതെങ്കിലും ചോദിച്ചിട്ട് ഒരു ആൻസർ ചെയ്താലൊക്കെ ചോദിക്കും. അതായത് ഹൂ സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഹൂ ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അങ്ങനെ നെക്സ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഹൂ അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അങ്ങനെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കി വെക്കണം ഓരോരുത്തരുടെ. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഉണ്ടാവുക. നമ്മൾ ആദ്യം 2-3 ക്വസ്റ്റ്യൻസ് എഴുതിയായിരുന്നു. ദെൻ നിങ്ങൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു മോഡൽ എന്നാണോ ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. റെഗുലർ ആയിട്ട് നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് ആരാണ് കൊണ്ടുവരിക? അത് ആരുടെ ഫംഗ്ഷനാണ്? പ്രധാനമായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ എന്താണ്, പൊതുവെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ് എന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരാം. അപ്പൊ ഈ ഡ്യൂട്ടീസ് അനുസരിച്ച് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇപ്പോ ഇതുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം, കാരണം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. വരുന്നവര് എന്തായാലും തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നോക്കാം. ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി? ആൻസർ എന്തായിരിക്കും? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ. Then next question, who maintain a ward operation? Who maintain ward operation? ആരായിരിക്കും? Who maintain a ward operation? ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി എന്നാണോ? അതിന്റെ ആൻസർ നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു മെയിൻറ്റെയിൻ എ വാർഡ് ഓപ്പറേഷൻ? ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഈ മോഡൽ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വരാനുള്ള ചാൻസ് ഓരോന്നും. അതായത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി വെക്കുമ്പോൾ അതിന്റെ ഹെഡിലാണ് വന്നേക്കുന്നത്, അതിന്റെ അണ്ടറിലാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഞാൻ 2 മോഡൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളൂ. വീണ്ടും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ തരാം. എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട. നമുക്കിനി ലേബർ റൂമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം.
എല്ലാം റിവൈസ് ചെയ്യേണ്ട കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിക്കോളൂ. ലേബർ റൂമിന്റെ ക്വസ്റ്റ്യൻ. One of the crucial tool and equipment used in the delivery room. ചോദ്യം. One of the crucial tool and equipment used in the delivery room. ഇന്നോടെ പറയാം. One of the crucial, നിർണായകമായ എന്നുള്ള മീനിങ്. Crucial, CRUCIAL. Crucial tool and equipment used in the delivery room. One of the crucial tools and equipment used in the delivery room. ഇത് കഴിഞ്ഞോ? ആൻസറില് റേഡിയന്റ് നിങ്ങൾ എല്ലാ ഓപ്ഷൻസ് എഴുതണം എന്നില്ല. എന്താണ് റേഡിയന്റ് ഇൻഫോമർ, ലേബർ ടേബിള്, പോയിറ്റൽ ഡോപ്ലർ, ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏതായിരിക്കും മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾ? എന്തായാലും മസ്റ്റ് ആയിട്ട് ലേബർ റൂമിൽ വേണ്ടിയിരിക്കേണ്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് എന്താണ്? റേഡിയന്റ് ഇൻഫോമർ, ലേബർ ടേബിൾ, പോയിറ്റൽ ഡോപ്ലർ, ഓൾ ഓഫ് ദി അബോവ്. നിർണായകമായ ഒരു ടൂള് എന്നുള്ള രീതിയിൽ എടുത്താൽ ഏതായിരിക്കും? ഓക്കെ, ലേബർ ടേബിൾ. ഓക്കെ, ലേബർ ടേബിൾ തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഡെലിവറി റൂമില് മസ്റ്റ് ആയിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ലേബർ ടേബിൾ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാലോ. ഓക്കെ, which of the following is facilitates? Which of the following is facilitates and requirements? Which of the following is facilitates and requirement in labor room? Which of the following is the facilitates and requirements in labor room? എന്താണ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് റിക്വയർമെന്റ്സ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് വരാം അല്ലെ? അപ്പൊ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഇൻ ലേബർ റൂം. നമുക്ക് എന്താ പറയുക, അതിൽ കൊടുത്തിട്ടുണ്ടാവും നഴ്സിംഗ് സ്റ്റേഷന്, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, ദെൻ വെയിറ്റിംഗ് റൂം, ഓൾ ഓഫ് ദി അബോവ്. നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം? ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അത് എവിടത്തെയാണ്? ഓക്കെ, ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻസ് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ എഴുതി വെച്ചേക്കാം. Which of the following is the facilities and requirements in labor room? The next question, പറയാലോ. Okay, then an instrument, a body warming, an instrument, a body warming device, an instrument, a body warming device to provide heat to the body. An instrument, a body warming device, an instrument, a body warming device to provide
to provide heat to the body. Heat to the body. An instrument, a body warming device to provide heat to the body. Okay, എന്തായിരിക്കും ആൻസർ? An instrument, a body warming device to provide heat to the body. ബോഡിക്ക് ഹീറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ബോഡി വാർമിംഗ് ഡിവൈസിന്റെ പേരെന്താണ്? ഓർക്കുന്നുണ്ടോ? എന്താണ്? റേഡിയന്റ് വാർമർ. റേഡിയന്റ് വാർമർ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് ചൂട് ചിലപ്പോൾ പ്രകൃതിയോട് പെട്ടെന്ന് ഇണചേർന്ന ആ ചൂട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ചു നേരമെങ്കിലും കുട്ടികൾക്ക് ചൂട് കൊടുക്കാനായിട്ട് റേഡിയന്റ് വാർമർ മെഷീൻ യൂസ് ചെയ്യുന്നു. റേഡിയന്റ് വാർമർ. നമുക്ക് ഓപ്ഷനായിട്ട് കുറച്ച് തരും അല്ലെ? നമുക്ക് ചിലപ്പോൾ ഹോട്ടൽ ഡോപ്ലർ വരും, ഹോട്ടൽ ഡോപ്പ് ആഡിയോഗ്രാഫ് വരും, സ്റ്റെറിലൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാം. എന്തായിരിക്കും ചൂട് കൊടുക്കുന്നത് പ്രതിനിധീകരിക്കുന്നത്? റേഡിയന്റ് വാർമർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. Okay. Then which of the following is understand? Which of the following is under the? Which of the following is under the? Which of the following is under the standard precautions in labor room? Standard precautions in labor room. Standard precautions in labor room. അത് നിങ്ങൾ വേണമെന്നില്ല, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ് ഹാൻഡ് വാഷിംഗ്, വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, പ്രോപ്പർ ഡിസ്പോസിബിൾ ബയോമെഡിക്കൽ വേസ്റ്റ്, ഇതെല്ലാം എന്താണ്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിലുള്ള. അപ്പൊ നമ്മൾ ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are they compulsory needed for? What are they compulsory needed for? Compulsory needed for all labor room. All labor room for care at birth of newborn. For the care at birth of a newborn. What are they compulsory needed for all labor room for care at birth of a newborn? Baby no, അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും ചോദിക്കാം. അപ്പൊ എന്താണ് കമ്പൽസറി ആയിട്ട് വേണ്ടിയിരിക്കേണ്ടത്? പുതിയ കുട്ടിയുമായിട്ടുള്ള ജനനവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ കമ്പൽസറി ആയിട്ട് എന്തൊക്കെ വേണം എന്നാ പറയുന്നത്? നോക്കാം, എന്തൊക്കെയാന്ന് നോക്കാം. ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ, പിന്നെന്തായിരിക്കും? ക്വാളിഫൈഡ് സ്റ്റാഫ് നഴ്സ്. അതായത് നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് അത്? പുതിയ മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. എന്താണ് പ്രധാനമായിട്ടും? ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ, ക്വാളിഫൈഡ് സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ട് സ്റ്റാഫ്, ഓഫ് ദി എബോവ്. അതും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ റിവേഷൻ വരവുന്നതാണ്. അതുകൊണ്ട് നോക്കാം, ഒരെണ്ണം കൂടി എഴുതാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ആൻസേഴ്സ് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ, ക്വാളിഫൈഡ് സ്റ്റാഫ് നഴ്സും സപ്പോർട്ട് സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആൻസർ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ കമ്പൽസറി ആയിട്ട് വേണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ.
Okay. Then which type of a baby needed for? Which type of a baby needed for? Which type of a baby needed for? Extra care should be. Extra care should be taken to temperature. Which type of a baby needed for? Extra care should be taken to temperature. ഏത് ടൈപ്പിലുള്ള അല്ലെ കുട്ടിയാണ് നമുക്ക് കൂടുതൽ എക്സ്ട്രാ കെയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരുന്നത്? ഏത് തരത്തിലുള്ള കുട്ടിക്കാണ്? എന്തായിരിക്കും ആൻസർ? വിച്ച് ടൈപ്പ് ഓഫ് പ്രീമേച്ചർ? അതില് കറക്റ്റ് ഇപ്പൊ 2 ഓപ്ഷൻ വരുമ്പോ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലോ ബേബി വെയിറ്റ്. പ്രീമേച്ചർ ബോയാണ് അവർക്ക് പ്രത്യേകം കെയർ കൊടുക്കേണ്ടതാണ്. പക്ഷെ ചില പ്രീമേച്ചറിന് അത്യാവശ്യം വെയിറ്റിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ലായെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം പേടിക്കാനില്ല. അതേസമയം ലോ ബേബി വെയിറ്റ് ആണെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ ലോ ബെർത്ത് വെയിറ്റ്, ശരിക്കും ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലോ ബെർത്ത് വെയിറ്റ്, LBW. നമുക്കൊരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെയാണ് തന്നെങ്കിൽ നമ്മളത് മനസ്സിലാക്കി വെക്കുക. LBW ശരിക്കും ലോ ബെർത്ത് വെയിറ്റ് ഉള്ള പേഴ്സൺ ആണ്, ബേബിക്കാണ്. Okay, which type of baby needed for extra care should be taken to temperature? അവർക്ക് കൂടുതൽ ചൂട് കൊടുക്കേണ്ടതായിട്ട്, നമ്മള് കെയർ കൊടുക്കേണ്ടതും ചൂട് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അത് അത്ര എത്തരത്തിലുള്ള കുട്ടികളാണെന്ന് പറയുന്നത് നമുക്കറിയാം, ലോ ബെർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾ. ഇനി ഷോർട്ട് ഫോം ആയിട്ട് തരികയാണെങ്കിലും നിങ്ങൾ അത് ഓർത്ത് വെച്ചേക്കാം, LBW, അതായത് ലോ ബെർത്ത് വെയിറ്റ് ബേബി. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് കുറെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സും കൂടി വെച്ചതുകൊണ്ട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ മറ്റ് എടുത്തേക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നമുക്ക് നോക്കാം. ഒരു ചെറിയ റിവിഷൻ പോലെ നമുക്ക് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം, എന്തെങ്കിലും ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണം? നമ്മളൊരു 6-7 ചാപ്റ്റർ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ചിലര് ഇന്നലെ പറയുമോ എന്ന് ചോദിച്ചാൽ സ്പില്ലേജ് വേസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? സ്പില്ലേജ് വേസ്റ്റ് പറയാം. Okay, front office and spillage waste. Okay, now front office and spillage waste നമുക്ക് നോക്കാം. ഫസ്റ്റ് കിടക്കുന്നത് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ തന്നെയാണ്. നോക്കാം ഫ്രണ്ട് ഓഫീസിൽ എന്തൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ്. ഫ്രണ്ട് ഓഫീസുമാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഓക്കെ, നമ്മള് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ആദ്യം എടുത്തത് അല്ലെ ഫ്രണ്ട് ഓഫീസാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മറന്നുപോയി കാണും. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻ. അപ്പൊ അതില് എന്താണ് നമ്മള് സാധാരണയായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ റിസപ്ഷനിസ്റ്റിലെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെയാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അത് തന്നെയാണ് ആലോചിക്കേണ്ടത്. കാരണം ഈ ചാപ്റ്ററിലുടനീളം ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള കുറെ കഴിവുകളും അവർക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ സ്കില്ലുകളും അതേമാതിരി തന്നെ പേഴ്സണലി അവർക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ ഇതുകളൊക്കെയാണ് അല്ലെ, മാനദണ്ഡങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതില് പിന്നെ ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ്. അതെ, അപ്പോ നോക്കാം. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഞാൻ എടുക്കുകയാണ്. അതില് പറയുന്നത് ഫസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള്
സ്പീഡിലായിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പോകുക, അതായത് കവർ ചെയ്ത് പോകണമല്ലോ. ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഒരു ഡിപ്പെൻഡബിൾ പേഴ്സൺ ആണ്. ആര്? നമ്മുടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തി ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന പേഴ്സൺ ആണ്. അതായത് ആ വ്യക്തി കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഡോക്ടേഴ്സും നഴ്സുമാരും അതേമാതിരി തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാം കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. നമുക്ക് എത്ര ഡോക്ടേഴ്സ്, എത്ര പേരാണ് ഈ ഡോക്ടറിന് ഇന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ വേണ്ടത്. ഇനി ഇപ്പോ സ്കാനിങ്ങിനാണെങ്കിലും അതേമാതിരി ലേബർ റൂമിലാണെങ്കിലും എന്തെങ്കിലും ഡയാലിസിസ് സെന്ററിലാണെങ്കിലും ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഇന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ CRM നമ്മൾ കണ്ടായിരുന്നു, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ കൂടിയാണ് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കളക്ട് ചെയ്യുന്നതിന്റെ ബേസിലാണ് അവരെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ പേഴ്സൺ ആണ്. ആരുടെയൊക്കെ? മറ്റേ ഡോക്ടേഴ്സിന് നഴ്സുമാർക്കൊക്കെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഒരു ഡിപ്പെൻഡബിൾ പേഴ്സൺ ആണെന്ന് പറയുന്നു. അതേമാതിരി പറയുന്നു കസ്റ്റമേഴ്സിന്, അതായത് വരുന്ന പേഷ്യൻസിന് അവർക്കെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു അഭിസംബോധനയോട് കൂടിയിട്ടാണ് ഇവര് ഓരോ ഹെഡിലും. അതെ ഞാൻ അതുകൊണ്ടാണ് പോയിന്റ് ആ പാരഗ്രാഫില് പ്രധാനമായിട്ട് ഇപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അതിന് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ആരാണ് ഫ്രണ്ട്ലി വെൽക്കമിങ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്? റിസപ്ഷനിസ്റ്റ്. ആർക്കാണ്? ശരിക്കും നമ്മുടെ പേഷ്യൻസിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെയും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഓവറോൾ പെർഫോമൻസ് ഹോസ്പിറ്റലിൽ ഇന്ന സൗകര്യങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും, അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യം. റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹോസ്പിറ്റലിലുള്ള ഒരു ഭൂരിഭാഗം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻഫോർമേഷൻസ് അവരാണ് കളക്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ പേഷ്യൻസിനൊക്കെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതാരാന്ന് ചോദിച്ചാൽ റിസപ്ഷനിസ്റ്റ് ആണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല അഭിപ്രായം പങ്കുവെക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ പാരഗ്രാഫില് പ്രധാനമായിട്ടും പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രിൻസിപ്പിൾസ് ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ അതിലും പ്രധാനമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന വ്യക്തികൾ, പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് അൺവെല്ലാണ്. അതായത് അവര് രോഗാവസ്ഥയിലുള്ള വ്യക്തികളാണ് പേഷ്യൻസ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കുറെ ഇൻപേഷ്യന്റ്, അവർക്ക് ചിലപ്പോൾ ക്ഷമയില്ലാത്ത ഒരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ആൻഷ്യസ്, അവർക്ക് ഉത്കണ്ഠ ഉണ്ടാവും, എന്താ പറയുക ജിജ്ഞാസയൊക്കെ ഉണ്ടാവും അവരുടെ രോഗാവസ്ഥയെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും പേഷ്യൻസ് റിസപ്ഷനിസ്റ്റിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ഇവരോട് പെരുമാറേണ്ടത്. അതായത് റിസപ്ഷനിസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനോട്, പേഷ്യൻസിനോട് ഫാമിലി മെമ്പേഴ്സിനെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കും. അവർക്ക് അതുകൊണ്ട് തന്നെ പ്രൊഫഷണലി ഒരു നല്ല കഴിവുണ്ടായിരിക്കണം. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് എന്താണ് സിമ്പതിയും എമ്പതിയും കരുണയും ദയയും അതായത് മറ്റേ വിനയവും ഒക്കെ ഉള്ള രീതിയിലുള്ള കഴിവുകള് അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ പാരഗ്രാഫില് പറയുന്നത് മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് സിമ്പതിയും എമ്പതിയും കെട്ടസിയൊക്കെ ഉള്ള പോലെയുള്ള കുറച്ച് കഴിവുകളെല്ലാം ഇവരെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം അവിടെ വരുന്നവര് അൺവെള്ളായിരിക്കും, അവര് രോഗാവസ്ഥയിലുള്ളവരായിരിക്കും. അവർക്ക് എന്താണ് പേഷ്യൻസിന് അവരെ അക്ഷമരായിരിക്കും, അവർക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാകും, ആകാംക്ഷ ഉണ്ടാകും അസുഖത്തിനെ കുറിച്ചൊക്കെ. അപ്പൊ അവരിൽ നിന്ന് നമ്മള് ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ വേറെ എന്താ പറയുക സിമ്പതിയോടും എമ്പതിയോടും കൂടി വർദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ഒന്ന് ചെയ്ത് കുറപ്പോളൂ. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് അടുത്ത ഇതിലെന്ന് പറയുന്നത്
അവരുടെ എപ്പോഴും നമ്മൾ പറയുന്ന മാതിരി തന്നെ എപ്പോഴും അവരെന്താണ് ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം എന്നുള്ളത് A to Z വരെ എപ്പോഴും അവസാനം വരെ അവർ പറയുന്നുണ്ട്. കാരണം എപ്പോഴും ഇവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് സെൻട്രൽ പോയിന്റ് ആയിട്ട് വർദ്ധിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അവരിൽ നിന്ന് പേഷ്യൻസിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഡാറ്റാസ് കൊടുക്കുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പൊ സെൻട്രലി നിൽക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. അതായത് പേഷ്യൻസിനും ഒപ്പം തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ വർക്കേഴ്സിനും, കേസ് ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും അല്ലെങ്കിൽ ലാബിലാണെങ്കിലും എല്ലാവരും ഇവര് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്ര പേർക്കാണ് അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇവരാണ് സെൻട്രൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. പിന്നെ ഇതിൽ പറയുന്നു ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡർ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ അതേ മാറ്റർ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് ചിലപ്പോൾ സ്കാനിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും അറിയേണ്ടത്, ചിലർക്ക് ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും, ചിലർക്ക് നമ്മുടെ റിപ്പോർട്ടിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ എന്താ പറയുന്ന രോഗം ഭേദമാകുമോ എന്നുള്ള ഉത്കണ്ഠ മാറ്റാനായിരിക്കും. അപ്പൊ നല്ലൊരു ഇംപ്രഷൻ കാഴ്ചവെക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ് തന്നെയാണ് ഇതിൽ പ്രത്യേകം പറയുന്നത്. സെൻട്രൽ പോയിന്റ് ആയിട്ട് വർദ്ധിക്കുന്നു. പിന്നെ പറയുന്നത് നല്ലൊരു ഇംപ്രഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാലോ? നിങ്ങൾ ക്ലിയർ ചെയ്ത് ഓക്കെ. ഇതിന് വീണ്ടും പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ആരാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്? നമ്മുടെ ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തിയാണ്. അവര് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇവർ വെൽക്കം ചെയ്യേണ്ടതെന്ന് പറയുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് തിരികെ വരുള്ളൂ, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അപ്പൊ അവരുടെ ആ വോയിസും ഫേസും എപ്പോഴും അതാണ് പറയുന്നത്. റിസപ്ഷനിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഇവരാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അവരെ സംതൃപ്തപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടികൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് പറയുന്നു. ഓക്കെ, വാട്ട് ഡസ് ദ ടീം കസ്റ്റമർ, ഇത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ടത്. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ടോപ്പിക്കാണ് ഇതിൽ വന്നേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റലുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യുന്നത് കുറച്ച് മാറ്ററുകൾ അല്ലെ, നമ്മൾ സെയിൽസ്മാന്റെ രീതിയിൽ പറയുന്ന കുറച്ച് മാറ്റേഴ്സുകൾ വിട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇൻഫ്ലുവൻസ് പ്രചോദനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബേസിൽ അല്ലെ, നമ്മൾ ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ വരെ നല്ല ഡോക്ടറാന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ സേവനം പെട്ടെന്ന് രോഗം ഭേദമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ സമയമെടുക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്നുള്ള മീനിങ്ങിൽ ഒരു ശീലത്തിന്റെ ബേസിലാണ് പറഞ്ഞു. അതായത് അവിടെ പോയി ഇന്ന സാധനങ്ങൾ മേടിക്കും, നാളെയും അവിടെ വരാനുള്ള ചാൻസ് അവർ കണ്ടുപിടിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ പറയുന്നത് വേരിയും ഇവരുടെ ഇമ്പോർട്ടൻസ്. ചില പേഷ്യൻസിന് അവിടുത്തെ സേവനം, ചില ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഉണ്ട്, അതായത് ന്യൂറോന് പറ്റിയ ഡോക്ടർ അവിടുത്തെ നല്ലതാണ്, അല്ലെങ്കിൽ എന്താ പറയുക കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ നല്ലതാണ്. അപ്പൊ നമ്മുടെ ഓരോ പേഷ്യൻസിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെ, പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്പെസിഫിക് ഗോള് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ചിലതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരെ സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അതായത് പൈസ ഇല്ലെങ്കിൽ കൂടിയും നല്ല ഹോസ്പിറ്റലിൽ അല്ലെ പേരുകേട്ട ഹോസ്പിറ്റലിൽ പോകുന്നത് അവർക്ക് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. അപ്പൊ ആ ഒരു മീനിങ് ഒക്കെയാണ് ഇതിൽ പ്രത്യേകമായിട്ടും പറയുന്നത്. കസ്റ്റമർ മീനിങ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. ഇൻഫ്ലുവൻസിൽ മാർക്കറ്റിംഗ് ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ക്ലിയറായോ? ഒന്നുകൂടി പറയാനുണ്ടോ? അതായത് ഹോസ്പിറ്റലിന്റെ ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ബിസിനസ് ടൈം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ബിസിനസ് ടൈമിലല്ല നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രത്യേക കാര്യങ്ങളും അത് എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാര്യങ്ങളോടെയാണ് പറഞ്ഞത്.
ഓക്കെ, ഇനി കസ്റ്റമർ സർവീസ് നമ്മൾക്കറിയാം. നമ്മൾ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഇലക്ട്രോണിക്സ് സാധനം വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് മേടിക്കുമ്പോൾ, ഫിറ്റ് ചെയ്യുമ്പോൾ, ആഫ്റ്റർ അതിന്റെ റിപ്പയർമെന്റിന് ശേഷം, അതൊക്കെ കേടുവരുമ്പോൾ റിപ്പയർമെന്റ് തരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ കുറച്ച് സേവനങ്ങളൊക്കെയാണ് വെച്ച് നമ്മൾ ഇത് മീൻ ചെയ്യണം. അതായത് ചിലപ്പോൾ ഡോക്ടേഴ്സ് വൺ ടൈം കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരില്ല. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും, അതായത് നമുക്ക് എന്താ പറയാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടുകളെല്ലാം നമ്മൾ വരാതെ തന്നെ നമുക്ക് മെയിലായിട്ട് കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ നമ്മൾ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് കസ്റ്റമർ സർവീസിന്റെ മീനിങ്ങിലാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു പോകുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. വാട്ട് ഈസ് CRM? CRM എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ്, അവരുടേതായ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഇതാണ്, സോഫ്റ്റ്വെയർ ആണ് CRM. CRMന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കസ്റ്റമർ മീൻ ഒന്നുകൂടി നോക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒന്നുകൂടി നോക്കാം. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന് കസ്റ്റമർ ഇസ് റെഫർഡ് ടു ആസ് ഇൻഡിവിജ്വൽ or household that purchase goods and services generated with the economy. നമ്മളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട്, ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണ് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ സാമ്പത്തികം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം വെച്ച് നമ്മൾ നല്ല സാധനം മേടിക്കും. ചില പാവപ്പെട്ട എന്താ പറയുക സാമ്പത്തികം കുറവുള്ളവര് അവരുടെ ആഗ്രഹം തൃപ്തിപ്പെടുത്താൻ സാമ്പത്തികം കുറഞ്ഞ വസ്തുക്കൾ മേടിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇത് ബിസിനസ് ടേംസിലാണ് ഇത് വിവരിക്കുന്നത്. സെക്കൻഡിൽ പറയുന്നത് the word is historically derived from custom. കസ്റ്റം എന്നുള്ള വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അതായിരിക്കും വന്നിരിക്കുന്നത്. കസ്റ്റമർ എന്ന വേർഡ് മീനിങ് ഹാബിറ്റ്, അതായത് ശീലം എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ ഈസ് എ സംവൺ ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എ പർട്ടിക്കുലർ ഷോപ്പ്. ഇതിൽ പറയുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ബിസിനസ് ലാംഗ്വേജിലാണ്. സാധാരണയായിട്ട് മൊത്തം ഞാൻ വായിക്കുന്നില്ല. അതായത് ഇതിൽ മീൻ ചെയ്തേക്കുന്നത് ഒരാള് ചില ഷോപ്പില് ചിലപ്പോ വീക്കിലി 2 പ്രാവശ്യം, അല്ലെങ്കിൽ മന്ത്ലി 2 പ്രാവശ്യം, അല്ലെങ്കിൽ 2 days കൂടുമ്പോഴോ ഒരു ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടൈമിലും അദ്ദേഹം, അതായത് ഫസ്റ്റില് ഒരു ആഴ്ചയില് ഇപ്പൊ വെനസ്ഡേ പോയി കുറച്ച് സാധനങ്ങൾ ആ വ്യക്തി മേടിച്ചു. ദെൻ നെക്സ്റ്റ് വീക്കിലും വെനസ്ഡേ അദ്ദേഹം പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ദെൻ നെക്സ്റ്റ് വീക്കിലും പോയി. അപ്പൊ ഇവര് ഈ കസ്റ്റമറിനെ ഈ സെയിൽസ്മാന് ഒരു റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ ഒരു ബന്ധം സ്ഥാപിക്കും. പിന്നെ ഇവര് മേടിക്കുന്ന സാധനങ്ങളും ഇവര് മനസ്സിലാക്കി വെക്കും. അപ്പോ നെക്സ്റ്റ് ടൈമില് വെനസ്ഡേ വരുമ്പോൾ ഈ വ്യക്തിയോട് പറയാണ്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്രയും കൂടി അവര് കൂടുതൽ, ചിലപ്പോൾ അവര് ആഗ്രഹിക്കുന്നത് നല്ല സാധനങ്ങൾ മാത്രമായിരിക്കും, വില നോക്കൂല. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വിലയുടെ ബേസിലായിരിക്കും, അതായത് വില കുറഞ്ഞ സാധനം കൂടുതൽ ആളുകളായിരിക്കും ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അവര് എന്താ പറയണ മാർക്കറ്റിൽ വരുന്ന ഒരു ഇതിന്റെ ബേസിലായിട്ടാണ് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ അപ്പൊ ഡിമാൻഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ അനുസരിച്ചിട്ടുള്ള, അതായത് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചായിരിക്കും മേടിക്കാൻ വരുന്നത്. അപ്പൊ എന്താണോ ഈ വ്യക്തി സാധാരണയായിട്ട് ചെയ്തു പോകുന്നത് ആ ഒരു ശീലം, ഹാബിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഈ ഷോപ്പ് കീപ്പർ ചെയ്യുന്നത്. അതിനുശേഷം ഈ വ്യക്തി എന്ത് ചെയ്യും, ആ സാധനങ്ങൾ നെക്സ്റ്റ് ബുധനാഴ്ചയും അതായത് വെൻസ്ഡേ വരുമ്പോൾ ഇന്ന സാധനങ്ങൾ ഇയാൾ മേടിച്ചിട്ട് പോകോളും എന്ന് കണക്ക് കൂട്ടിയാണ്. അതാണ് എക്സ്പെക്ടഡ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇൻ ഫ്യൂച്ചറിൽ ഇവര് ഇതൊക്കെ സാധനങ്ങൾ മേടിച്ച് പോകാം എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഒരു ശീലത്തിന്റെ ബേസിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ്, അതായത് ബന്ധത്തിന്റെ ബേസിൽ അവരുള്ള കമ്മ്യൂണിക്കേഷൻ വഴി അവരുണ്ടാക്കിയെടുക്കുന്ന ശീലത്തിന്റെ ബേസിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നീഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസ് കസ്റ്റമർ നീഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. അതായത് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് അവർ ഷോപ്പിൽ വരുന്നത്, അല്ലെ? നമുക്ക് ഉണ്ടാവുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹമായിരിക്കില്ല മറ്റുള്ള ആൾക്ക് ഉണ്ടാവുക. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് കുറെ സാധനം മേടിക്കാനായിരിക്കും, ചിലപ്പോൾ അവരുടെ അങ്ങനത്തെ ആവശ്യങ്ങളായിരിക്കും, ചിലപ്പോൾ പുതിയ സാധനങ്ങൾ കണ്ടിട്ടായിരിക്കും അവർ അവിടെ നിന്ന് വന്ന് മേടിക്കുന്നത്. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് പറയുന്നത് സ്പെസിഫിക് ഗോൾ.
അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അച്ചീവ് സ്പെസിഫിക് ഗോൾ, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് കസ്റ്റമർ വരുന്നത്. നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ചില ഹോസ്പിറ്റലിലെ ന്യൂറോ നല്ലതാണെന്ന് കാണുമ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ ന്യൂറോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ വരുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യമാണ്. ജനറലി ഉള്ള മറ്റു ഡോക്ടേഴ്സിന്റെ സേവനം ഒരുപക്ഷെ അവർക്ക് ആവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവിടുത്തെ ഡോക്ടർ, ന്യൂറോന്റെ ഡോക്ടർ ഒക്കെ എന്ന് കണ്ടിട്ടായിരിക്കും അദ്ദേഹം അവിടെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ മെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നേരത്തെ വിവരിച്ചത്. ഓക്കെ, സ്പീഡിൽ പോകണ്ടോ ഞാൻ പറഞ്ഞു പോണത്? മനസ്സിലായി പോകുന്നുണ്ടല്ലേ? ഹലോ, നിങ്ങൾക്ക് ക്ലിയർ ആയി പോകുന്നില്ലേ? ആരും ആൻസർ പറയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പം അതായത് സ്പെസിഫിക് ആയിട്ട് കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, ഒരാൾ അയക്കാൻ നോക്കിയിരിക്കുന്നു തോന്നുന്നു. എനിവേ, എന്തായാലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാനായിട്ടാണ് ഇവരെല്ലാം ഇത് മേടിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ്ഡ്. നമ്മൾ പറഞ്ഞു അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ചില കാര്യങ്ങളിലൂടെയാണ്. ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടായിരിക്കും അവർക്ക് ആ സാധനം മേടിക്കണം ആഗ്രഹം വരുന്നത്. ചിലര് നമ്മൾ പറയില്ലേ, ഫിനാൻഷ്യലി ഇവിടെ എന്താ പറയാ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി എന്ന ഒരു ഹൗസ് ഹോൾഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം മാർക്കറ്റിൽ വരുന്ന ടൈമിൽ ചീപ്പ് വിലയായിരിക്കും. ആ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. ഇപ്പൊ മഴക്കാലം എന്താ പറയാ ഫ്രൂട്ട്സിന്റെ ഒക്കെ കാലം വരുമ്പോൾ അവർക്കറിയാം ആ ടൈമിൽ ചീപ്പ് റേറ്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ചിലപ്പോ അതർ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും, ഇന്ന കടയിലെ ഷോപ്പിൽ ചെന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും, അല്ലെങ്കിൽ നല്ല വിലക്കുറവിൽ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബേസിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കും. ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സപ്ലയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ എന്താണ് നമുക്ക് ഈ സോഴ്സുകൾ ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കും. ഇവരുടെ ഈ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളതാണ് ശരിക്കും എപ്പോഴും സപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് കസ്റ്റമർ ശ്രദ്ധിക്കും. ചില കുട്ടികൾ എപ്പോഴും കുട്ടികൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പാണെങ്കിൽ അവര് അതനുസരിച്ച് സാധനങ്ങൾ കീപ്പ് ചെയ്യും. ചിലപ്പോ ചില കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ച് വരുന്നവരാണെന്ന് അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ അത്തരത്തിലുള്ള സാധനങ്ങൾ അവിടെ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ കുറച്ച് നാളായിട്ട് ചില കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് സാധനം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അവരുടെ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വന്നതായിരിക്കാം. എനിവേ അത് അവർ കീപ്പ് ചെയ്യും. നമ്മൾ ഹോസ്പിറ്റലിലും ഇങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നല്ല ഹോസ്പിറ്റലാണെന്ന് പേര് കേട്ട ഹോസ്പിറ്റലാണെന്നുള്ള ആ രീതിയിൽ വരും. ചിലര് കമ്മ്യൂണിക്കേഷന്റെ ബേസിലായിരിക്കും വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ശരിക്കും എന്താ പറയുക, ഇതൊരു ബിസിനസ് ടേം ഇവിടെ യൂസ് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. ഓക്കെ, തന്നെ നമ്മളപ്പോ കസ്റ്റമർ സർവീസും കഴിഞ്ഞു. CRM വന്നപ്പോഴാണ് ഒരു ഡൗട്ട് വന്നത്. അപ്പൊ നമ്മള് CRM പറഞ്ഞു നിർത്തിയാണ്. അതായത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം സ്വീകരിക്കുന്ന ഒരു ഇതാണ് എന്താണ് CRM എന്ന് പറയുന്നത്. ഇനി CRM-ല് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ CRM-ന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അത് കാര്യങ്ങളെല്ലാം എന്താ പറയുക ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവര് കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ദെയർ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ CRM രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താ ഒരു റിലേഷൻ സ്ഥാപിക്കുകയാണ് ആരായിട്ട്, റിസപ്ഷനിസ്റ്റ് ആയിട്ട്. അപ്പൊ അവര് പറയുകയാണ് ഈ ഹോസ്പിറ്റൽ ഓക്കെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെങ്കിൽ ഇവിടെ ഇന്ന സേവനങ്ങളുണ്ട്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓവറോൾ ഇംപ്രഷൻ ഒക്കെ കാഴ്ചവെക്കുന്നത് ഈ റിസപ്ഷനിസ്റ്റ് ആണ്. അദ്ദേഹം CRM ചെയ്യുമ്പോഴും ഇങ്ങനെ ഓവറോൾ ഇംപ്രഷൻ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ. നല്ല നല്ല ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നു. പിന്നെ പിന്നെ വേറെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫർ ഇൻസ്റ്റന്റ് സർവീസ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ നമ്മൾ പറയുന്ന കസ്റ്റമർ പറയാണ് എന്തെങ്കിലും ഇതിനെന്താ പരിഹാരമാർഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണണം, ഇതിന്റെ സൊല്യൂഷൻ അവർ നിങ്ങൾക്ക് തരും. ഇൻ കേസ് നിങ്ങൾക്ക് ലാബിന്റെ സൗകര്യം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു അല്ലെങ്കിൽ
സ്കാനിങ്ങിന്റെ ഇവിടുത്തെ സ്കാനിങ്ങിന്റെ സൗകര്യം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്കാനിങ് സെന്റർ ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സർവീസ് ഒരു സേവനം നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഓരോ ഓവറോൾ പെർഫോമൻസ് ഹോസ്പിറ്റലിനെ കുറിച്ച് CRM രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ പറയുന്നത് comprehensive patient management software can do all tasks relation with the managing appointments. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ പറയാന് ഇപ്പൊ ക്വസ്റ്റ്യൻ വരാം അല്ലെ, റെഡ്യൂസ് എറർ ഇൻ മെഡിക്കൽ ബിൽസ്, അത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ബില്ല് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, എറർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുന്നുണ്ട് CRM ഫുൾഫിൽ ചെയ്യുമ്പോൾ. അതായത് മെഡിക്കൽ എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജ് ഉണ്ടോ അതൊക്കെ നേരത്തെ കൂട്ടി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ആ മെഡിക്കൽ വരെ വരുന്ന ബില്ലുകളെല്ലാം മെഡിക്കൽ ഇൻഷുറൻസും കൂടി നോക്കിയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഈ CRM വഴി ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരോ പോയിന്റ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക്. പക്ഷെ ഈ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ട് വരും. ഇതിൽ ഏതെങ്കിലും അഡ്വാൻറ്റേജസ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഓരോന്നും അങ്ങനെ പറയുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് താഴേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ്. ഓരോന്ന് നോക്കാം. മൾട്ടി ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ആയിട്ട് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇതിന്റെ സോഫ്റ്റ്വെയർ ഇത് പോവുകയാണ്. ഇപ്പൊ നമ്മളിവിടെ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് വഴി അത് അങ്ങോട്ടേക്ക് ആ സേവനം പോകുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സേവ് ടൈം അല്ലെ സമയം ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ താഴേക്ക് പോകട്ടെ. എനിക്ക് എല്ലാ പാവം എന്താ പറയാ എന്നൊരു ലാസ്റ്റ് ക്ലാസ്. ഓക്കെ നമ്മൾ ഓക്കെ അതെ ഇതില് സാമ്പിൾ പറയുന്നുണ്ട്, സാമ്പിൾ പറയുന്നുണ്ട്. അതില് സിസ്റ്റത്തിൽ ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് നെയിം ഉണ്ട്, ഇതുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതായത് നമ്മളുടേതായിട്ടുള്ള എല്ലാ പേഴ്സണലി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഏതാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് അവര് പറയുന്ന ഇതുകളൊക്കെ വെച്ചിട്ട് ഇത് ന്യൂറോളജിനെയാണോ നെഫ്രോളജിനെയാണോ കാർഡിയോളജിനെയാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് അവരുമായിട്ടുള്ള ഒരു കോൺടാക്ടിന്റെ ബേസിൽ കേസ് ചില പേഷ്യൻസ് അവർ വന്നിട്ട് പറയും എനിക്ക് ഇന്ന ഡോക്ടറെ കാണുന്നത്. പക്ഷെ ചിലർക്ക് പേഴ്സണലി അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അപ്പൊ റിസപ്ഷനിസ്റ്റിനും കൂടിയുള്ള കമ്മ്യൂണിക്കേഷന്റെ ബേസിലാണ് ഇവർക്ക് ഇതിനുള്ള സെലക്ഷന്റെ ഇത് വരാൻ ചാൻസ് വരും. അപ്പൊ അവരതനുസരിച്ചിട്ടാണ് ഇത് തെരഞ്ഞെടുത്ത് പോകുന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞോളം എല്ലാ തരത്തിലുള്ള ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് എന്താണ് ചോദിക്കണേണ്ടപ്പം ചോദിച്ചു പോകും. അതനുസരിച്ചിട്ടാണ് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ മോസ്റ്റ് കോമൺ, അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം വന്നിട്ടാണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ഈ രോഗിയെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും ഡിപ്പാർട്ട്മെന്റായിട്ട് കണക്ട് ചെയ്യാനും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അതനുസരിച്ചിട്ട് സർവീസ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സമയനഷ്ടം വരില്ല അല്ലെ, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറും ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇൻ കേസ് എമർജൻസി കേസ് ഒക്കെ ആണെങ്കിൽ കണക്ട് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കിയാൽ മതി, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് വൈറ്റൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. തന്നെ ഫങ്ഷൻസ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ് വെച്ച് ഞാനിതിൽ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയി പോകുമെന്ന് അറിയില്ല. എനിവേ പക്ഷെ നമുക്ക് സമയത്തിന്റെ ഇത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നോക്കാം. അതിൽ നമ്മള് ഫങ്ഷൻസ് പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഇന്ന കാര്യങ്ങളാണ് ആ രജിസ്ട്രേഷനിൽ നടക്കുന്നത്.
then information to the guest. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഇൻഫോർമേഷൻസ് ഇവർക്ക് കൊടുക്കുന്നതും, അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും ഇവരാണ്. താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സീനിയർ സിറ്റിസൺ ക്ലബിന്റെ കാര്യം, അതായത് ഏജിന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ലബോറട്ടറിയുമായിട്ടുള്ള സേവനം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻ കേസ് ഈ ലബോറട്ടറിയിലെ റിസൾട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ള രീതിയൊക്കെ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് അവർ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട വരില്ല. ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പറയാം. എമർജൻസി കാര്യങ്ങളെല്ലാം നമ്മൾ CRM ഫുള്ള് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്യാഷ് കളക്ഷനിൽ നമ്മൾ പറഞ്ഞു 24 hours എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ദിവസത്തിന്റെ എൻഡിൽ തന്നെ അത് ക്ലോസ് ചെയ്ത് പോകണം. പിന്നെ എന്താ പറഞ്ഞത്, ഇത് എൻക്വയറിയിൽ വരുമ്പോൾ ഈ വ്യക്തിക്ക് കുറെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് റിസപ്ഷനിസ്റ്റിന് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കഴിവുണ്ടായിരിക്കണം, അങ്ങനെ വിനയത്തോടു കൂടിയിട്ടായിരിക്കണം ഡാറ്റാസ് ഒക്കെ എന്താ പറയാ കളക്ട് ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ അവർക്ക് സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള നല്ലൊരു വിവരം കാഴ്ചപ്പാടൊക്കെ കൊടുക്കാനായിട്ട് ഇവര് തയ്യാറാകണം എന്നുള്ള കുറെ കാര്യങ്ങൾ. അതായത് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ സേഫ് പ്ലേസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ദെൻ റിപ്പോർട്ട് മേക്കിംഗ്, അതിലെ സെൻസസ് റിപ്പോർട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു മരണനിരക്കോ അല്ലെങ്കിൽ ആ ടൈമിലുള്ള പനിയുടെ നിരക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് ഇവർക്ക് ആണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അതർ റിപ്പോർട്ട്സ് നമുക്കറിയാം, മാനേജ്മെന്റിന് എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് അവരും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടും ഇവര് തന്നെയാണ് കൊടുക്കുന്നത്, ആ റിസപ്ഷനിസ്റ്റ്. ഇനി നമ്മൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പേഷ്യൻസ് പോകാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും പെർസെന്റേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ പോകാം എന്ന് പറഞ്ഞു. അവസാനം ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 68% എന്ന് പറയുന്നത് ഡിസ്കർട്ടീസ് സർവീസ്, അതായത് മാന്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടാണ്, അവർക്ക് ഒരു വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ്, റൂഡ് ഓർ ഡിസ്കർട്ടീസ് സർവീസ് കൊണ്ടാണ് ഇത്രയും പേര് പോകുന്നതെന്നുള്ള ഒരു പെർസെന്റേജും പോകുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ എന്താണ് അവരെ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിനെ എല്ലാവരും കേൾക്കാനായിട്ടും അവരെ ഗ്രീറ്റ് ചെയ്യാൻ വെൽക്കം ചെയ്യാനായിട്ടും അവരെ പരിഗണിക്കാൻ അല്ലെ വില കൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ, പേഷ്യന്റിനെ സഹായിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള ഒരു കാര്യം, ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ റിസപ്ഷനിസ്റ്റിന്റെ ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ളത്, മെയിൻ റിസപ്ഷനിസ്റ്റ് ആവാം, കൺസൾട്ടേഷൻ റൂമുകളിലെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് വരാം. പിന്നെ ഇന്ന ക്ലിനിക്കുകളിൽ ECG ആണെങ്കിലും എക്കോ ആണെങ്കിലും MRI ആണെങ്കിലും CT സ്കാന് അങ്ങനെയുള്ള പ്ലേസുകളിലെല്ലാം ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ റിസപ്ഷനിസ്റ്റിന്റെ ഓരോ ഏരിയസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുന്നത് ചലഞ്ചസ്, അവർക്ക് എങ്ങനെയൊക്കെയാണ് കുറെ ചലഞ്ചസ് വെല്ലുവിളികൾ ഉണ്ടെന്ന് പറയുന്നു. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി അവർക്ക് കളക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, ഡിഫറെന്റ് പേഴ്സൺസും അവർക്ക് വ്യത്യസ്ത ക്യാരക്ടറൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ആ ഇമോഷൻസ് വികാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ഫോൺ കോളുകൾ, അതിന്റെ മര്യാദകൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒന്നിച്ച് ഉള്ള ഒരു ജോലി ടാസ്ക്, മൾട്ടി ടാസ്ക് പർപ്പസ് ആയിരിക്കും ഇവിടെ വരിക. അതായത് ചിലപ്പോൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതേമാതിരി തന്നെ ചിലപ്പോൾ ഫ്രണ്ടിൽ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അവർക്കെല്ലാം കറക്റ്റ് ടൈമിൽ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പേഷ്യൻസിന്റെ ടൈം ഒരുപാട് ക്യൂവിൽ വരെയാണെങ്കിൽ അവരെല്ലാം കൃത്യസമയത്തൊക്കെ പറഞ്ഞേക്കേണ്ടതായിട്ട് വരും. പിന്നെ കംപ്ലൈന്റ് എന്തെങ്കിലും പരാതി പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതെല്ലാം എന്താണ് വെല്ലുവിളികളാണ്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് ഒരു ചിരിയോട് കൂടിയിട്ട് തിരിച്ചു പോകുന്നതാണ്. അതായത് അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് നല്ല ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ, നല്ല ഒരു കാഴ്ചപ്പാടാണ് വരുന്നതെങ്കിൽ അവര് സംതൃപ്തിയോട് കൂടി തിരിച്ചു പോകും. അത് തന്നെയായിരിക്കണം മെയിൻ ഗോൾ എന്ന് പറയുന്നത്.
ഇനി അപ്സെറ്റ് കസ്റ്റമേഴ്സിന്റെ അതാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് റിസപ്ഷനിസ്റ്റിന് പെട്ടെന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നിരിക്കില്ല. ഫസ്റ്റ്ലി എന്നാലും ലിസൺ ചെയ്യണം, അവരെ പരമാവധി ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ശ്രമിക്കണം. ഇവർക്ക് ഈ സൊല്യൂഷൻസ് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ സൂപ്പർവൈസറുടെയോ സുപ്പീരിയറുടെയോ സേവനം തേടിയിട്ട് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കുമെന്നുള്ളത്. Then ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ള റോള്, അത് ഇവിടെയുള്ള പോയിന്റ്സ് തന്നെ നോട്ട് ചെയ്യണം. അതായത് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരിക്കും. റെസ്പോണ്ടിങ് ഇൻസ്റ്റന്റ്ലി ടു റിക്കവറീസ്, ആരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നവര്, അവർക്ക് അനുസൃതമായ കൃത്യമായിട്ട് മറുപടി റെസ്പോണ്ട് ചെയ്യണം. ദെൻ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ്സ്, അവിടെയാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്നത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ന്യൂറോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ നെഫ്രോളജി, നമുക്കറിയാം ഞരമ്പിന്റെ ആവാം, അല്ലെങ്കിൽ സംബന്ധമായ ഡയാലിസിസ് സംബന്ധമായ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചായിരിക്കും. എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് എന്താണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതേപോലെ തന്നെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെയുള്ള എല്ലാ എംപ്ലോയീസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്, വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമറിന് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡിസ്കഷൻ എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കാനായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ളവരെ തയ്യാറാക്കണം. ഇനി ഹെൽത്ത് ചെക്ക് ഡെസ്ക്, അവിടെ ചെക്കപ്പുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടത് ഹെൽത്ത് ചെക്ക് ഡെസ്കിലാണ്. അപ്പൊ അവരതിനനുസരിച്ചിട്ടുള്ള ടൈം ഷെഡ്യൂളൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാ തരത്തിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലുള്ള എല്ലാ തരത്തിലുള്ള നമുക്കറിയാം, ഒരു ചെക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം അതിന്റെ റിസൾട്ടും ചിലപ്പോൾ അടുത്ത ചെക്കപ്പിനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത ചെക്കപ്പിന്റെ റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കണം നമ്മൾ പോകേണ്ടതൊക്കെ. റിപ്പോർട്ടുകൾക്ക് റിപ്പോർട്ട് ഡെസ്ക് ഉണ്ട്, പക്ഷെ ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുന്നത് ഹെൽത്ത് ചെക്ക് ഡെസ്കിലാണ്. അവരതിൻ്റെതനുസരിച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, അത് റിപ്പോർട്ടുമായി നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓരോ ആവശ്യക്കാർക്കും അനുസരിച്ച് ക്ലയൻസിനാണെങ്കിലും അവർ കൊടുക്കണം. അതേമാതിരി തന്നെ എന്താണ് റിസീവ്ഡ് ഹാൻഡ് ഓവർ, അതായത് എന്തെങ്കിലും റെക്കോർഡ്സുകളൊക്കെ അവർ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഈ റിപ്പോർട്ടുകളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കീപ്പ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിലുള്ളവരാണ്. പിന്നെ ടൈമിങ് നമുക്കറിയാം 24 മണിക്കൂറും റണ്ണിംഗ് ആണ്, 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റല് ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്, ഇവര് നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഒരുപാട് കഴിവുകൾ അവർക്ക് ഉണ്ടാവണം, അതേമാതിരി ക്ഷമയുണ്ടാവണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമുക്കെന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഫിസിഷ്യൻസ് ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, അതായത് ഇവിടെയൊക്കെ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിസ്റ്റ് വർക്ക് വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സ്മോളർ ഓഫീസ് ആണെങ്കിൽ സാധാരണയായിട്ട് റിസപ്ഷനിസ്റ്റിന് ഒരു ഡ്യൂട്ടി മാത്രം ചെയ്താൽ പോരാ. അതായത് നമുക്ക് ചിലപ്പോൾ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയും ചെയ്യേണ്ട വരും. ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന്റേതായ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരു ടൈം അലോട്ട് ചെയ്ത ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ട വരും. ഇത് സ്മോളർ ഓഫീസ് ആണെങ്കിൽ. അതേസമയം വലിയ ഓഫീസ് ആണെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യേണ്ട സേവനങ്ങളൊന്നും വരില്ല. ചില കേസുകൾ ഇൻ കേസ് അത് ഏതാണെന്നുള്ളത് നമുക്ക് ഓരോ വ്യത്യസ്ത മേഖലകളിലും റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് വരാം. അതാണ് ഇവിടെ പറയുന്നത്. ഫിസിഷ്യൻസിന്റെ ഓഫീസിൽ വരാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വരാം, വലിയ ഹോസ്പിറ്റലിൽ വരാം, അല്ലെങ്കിൽ മദർ മെഡിക്കൽ ഫെസിലിറ്റീസിലെല്ലാം വരാം. അവിടെയുള്ള ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും ചെറിയ ഡ്യൂട്ടിയാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡോക്ടറിനെയും കൂടി അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ മെയിൻ ജോബ് ഡ്യൂട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. വെൽക്കം ചെയ്യുന്ന കാര്യം, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യണം, അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടായിരിക്കണം. ബില്ലുകളെല്ലാം കൃത്യമായിട്ട് ബില്ലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെന്താണ് എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഫിലപ്പ് ചെയ്യാണ്ടെങ്കിൽ അത് കൊടുക്കണം. അവരെന്നാ രേഖകളൊക്കെ മേടിക്കണം. പിന്നെ കറക്റ്റ് സമയക്രമമല്ല എന്നുള്ളത് കാര്യം ചെയ്തു കൊടുക്കണം. പിന്നെന്താണ് എന്തെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തേണ്ട കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ പോയിന്റ്സും വായിച്ചു കഴിഞ്ഞാൽ മുകളിൽ പഠിച്ച അതേ മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്കിൽ എന്ന് പറയുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പരസ്പര ആശയവിനിമയം നടത്താനുള്ള സ്കിൽ ഉണ്ടായിരുന്നു.
അതേമാതിരി തന്നെ എന്താണ് പ്ലാനിങ് ഒരു വ്യക്തമായിട്ട് ഓർഗനൈസേഷനോട് കൂടിയിട്ട് അല്ലെ നമ്മളിപ്പോ പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടില് ചിലപ്പോ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും ഫ്രണ്ടില് ഒരു ഇതുണ്ടാവും ചിലപ്പോ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചോദിച്ചിട്ടുണ്ടാവും ഇതിനാണ് പ്രയോറിറ്റി. ഇൻ കേസ് നമുക്ക് നമ്മൾ നേരം പറഞ്ഞായിരുന്നു പെട്ടെന്നൊരു അർജന്റ് കേസ് അല്ലെ വരികയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കളക്ട് ചെയ്ത് അവരെ ആദ്യം തന്നെ കൊടുക്കേണ്ട കേസായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഏതിനാണോ ഇമ്പോർട്ടന്റ് എന്ന് അയാൾ റിസപ്ഷനിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ തീരുമാനിക്കണം. പ്ലാനിങ് ഓർഗനൈസിങ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു മുൻകൂട്ടി കാണുക, കാഴ്ചപ്പാട് എടുക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് സർവീസ് സ്കില്ലുകൾ, അഡാപ്റ്റബിലിറ്റി, കംഫർട്ടബിലിറ്റി, അവർക്കൊക്കെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ അന്നേരം രീതിയിൽ പറഞ്ഞായിരുന്നു CRM രേഖപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം സെക്യൂർ ആയിരിക്കും, മറ്റൊരാൾ വായിച്ചെടുക്കാനുള്ള രീതിയൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള രീതിയിലാണ് അത് അവർ കീപ്പ് ചെയ്യുള്ളൂ. ഡോക്ടേഴ്സിനെ മാത്രം വിസിബിൾ ആയിട്ട് കാണാവുന്ന രീതിയിലാണ് അത് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പറഞ്ഞായിരുന്നു. പിന്നെ ഡു ഡോൺസ് എനിക്ക് നമ്മൾ പാലിക്കേണ്ടത് ഫോണുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളുണ്ട്. എന്താ പറയാ, നല്ല രീതിയിലുള്ള റെസ്പോണ്ട് ആൻസർ കൊടുക്കണം, സൗണ്ട് കുറച്ച് പറയാൻ പാടില്ല, എന്നാൽ ഭയങ്കര സൗണ്ടിൽ പറയാൻ പാടില്ല, പിന്നെ ഒരുപാട് നേരം റിസീവർ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് സാധാരണ ഫോണിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകളാണ്. ഓക്കെ, നമ്മള് മതിയായോ? നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഇത്ര ഡിഫിക്കൽട്ട് ചാപ്റ്റർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതെടുത്തത്. നമുക്ക് വില്ലേജ് വേസ്റ്റിലേക്ക് പോകാം. ഇത് ഓക്കെ ആണോ? ഇത് വില്ലേജ് വേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ 2 മെയിൻ ചാപ്റ്റേഴ്സ് ആണ് ആദ്യം തന്നെ ഇട്ടത്. മറ്റത് നിങ്ങൾക്ക് പിന്നെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാവുന്ന അറിയായിരുന്നു. പക്ഷെ നമുക്കിത് ക്ലിയർ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജ് വേസ്റ്റിൽ പറയുന്ന അതേ മാറ്റേഴ്സ് തന്നെയായിരിക്കും. അതില് നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഒരു മെർക്കുറി ആണെന്ന് നോക്കിക്കോ, മെർക്കുറി ലീക്കേജിക്കാണ് ഡേഞ്ചറസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ്. അതായത് നമുക്കറിയാം മെർക്കുറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് ഇഷ്യൂ ആവാതിരിക്കാനായിട്ട് പ്രോപ്പർ കിറ്റും കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടത്. അത് തന്നെയായിരിക്കും നെക്സ്റ്റ് വരുന്ന ഇതിലും പറയുന്നത്. അതായത് ഇവിടെ എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം. എവിടെയാണ് ഷാർപ്പസ് വില്ലേജ് വേസ്റ്റ് ആണെങ്കിലും അവിടെ പറയുന്നത് നമ്മുടെ മൂർച്ചയുള്ള സാധനങ്ങൾ കൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും അണുക്കളൊന്നും പ്രസരിപ്പിക്കാതെ എന്തെങ്കിലും അണുപ്രസരണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമോ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് മിക്കവാറും എല്ലാ പോയിന്റ്സിലും അതുണ്ടാവും. PPE ധരിക്കണം, പിന്നെ എപ്പോഴും അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വില്ലേജ് വേസ്റ്റില് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ലേബൽ ചെയ്തിരിക്കുന്നതിൽ തന്നെയായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. പിന്നെ അവിടെ എന്തൊക്കെ സൊല്യൂഷൻസ് പറഞ്ഞിട്ടുള്ള ആ സൊല്യൂഷൻസ് വെച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ എപ്പോഴും പറയും എന്തെങ്കിലും ലാസ്റ്റ് പറയുന്നതാണ് ലേബലിന്റെ വേസ്റ്റില് നമ്മൾ നിക്ഷേപിക്കണമെന്ന്, ക്ലീൻ ചെയ്യണമെന്ന് പറയും. പിന്നെ കണ്ടെയ്നർ അവിടെ എന്ന് പറയുന്നത് ശരിക്കും ലേബലിന്റെ ബയോ ഹസാർഡ് ബാഗ് ഒരു കണ്ടെയ്നർ ഡിസ്കാർഡ്. അതായത് അതില് പറയുന്ന ഈ ഫസ്റ്റില് ഒരെണ്ണത്തിൽ പറയുന്ന ഇതുകൾ തന്നെ റിപ്പീറ്റ് ചെയ്താണ് നെക്സ്റ്റ് ഇതിലും വരാം. പക്ഷെ അത് ഏത് വില്ലേജ് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ നോക്കാന്നുള്ളൂ. അതായത് ഷാർപ്പൺ വ്യക്തികളുടെ സംഭവം എന്ന് പറയുന്നത് നീഡിലും ഷാർപ്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മെർക്കുറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മെർക്കുറി എന്നുള്ള ഒരു രാസപദാർത്ഥം. അപ്പൊ അതാണ് അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന്റെ ലീക്കേജ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ടേക്ക് ജ്വല്ലറി അത് അതുമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പോയിന്റ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ എന്തായാലും PPE കിറ്റിന്റേതായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണോ അത് നമ്മൾ നോക്കുക. എവിക്റ്റഡ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് മാറുക. അവിടെ ഐസോലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം തിരിച്ചിടുക. എവിടെയെങ്കിലും അറിയിക്കേണ്ടതുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ അവരുടെ പ്രോട്ടോകോൾസ് അനുസരിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി എപ്പോഴും ഓർത്ത് വയ്ക്കുക.
ഓക്കെ, അപ്പൊ അതാണ് അതില് പ്രധാനമായിട്ടും ഓരോന്നിനും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും നോക്കാം. അതായത് നമുക്കറിയാം, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത്. അതുകൊണ്ട് തന്നെ ഏതാണ് അവിടെ ചെറിയൊരു കെമിക്കൽ ആയിട്ടുള്ള സ്പില്ലേജ് ആണോ, ചോർച്ചയാണോ സംഭവിച്ചിരിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ വലുതാണോ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ എവിക്ട് ഏരിയ, ആ ഏരിയയിൽ നിന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ മാറുക. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അവിടെ പിപ്പിക്കിട്ടിരിക്കുക. അത് നമുക്ക് മനസ്സിലായില്ല. അതായത് ഫസ്റ്റ് പറഞ്ഞതിന്റെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് എല്ലാത്തിനും തന്നെ, മനസ്സിലാക്കി വെക്കുക. പക്ഷെ അത് ഏതാണെന്ന് അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെപ്പറേറ്റ് പോയിന്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതും ഓർത്തു വെക്കാം. കണ്ടെയ്ൻ ദ സ്പില്ല്, അതായത് നമ്മൾ ഈ 3 പോയിന്റും നമ്മൾ മേലെയും കണ്ടത് തന്നെയാണ്. കണ്ടെയ്ൻ ദ സ്പില്ല്, അതായത് എന്തെങ്കിലും ഇത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ, അബ്സോർബന്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കുന്ന ആ സ്പില്ല് അല്ലെ ആ ഇതുകളെല്ലാം അണുക്കളെ വലിച്ചെടുക്കാൻ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. Such absorbent plants contain the spill and prevent it from spreading. അത് സ്പ്രെഡ് ചെയ്യാത്ത തരത്തിലായിരിക്കണം അതെല്ലാം വലിച്ചെടുക്കേണ്ടത്. നിക്ഷേപിക്കേണ്ടതാണെങ്കിലോ അത് ഏത് രീതിയിലാണ് ലേബൽ ചെയ്തിരിക്കുന്നത്, അത് തീർത്ത് നിക്ഷേപിക്കേണ്ടതാണെങ്കിൽ അത്തരത്തിലുള്ള ലേബൽ ചെയ്തിരിക്കുന്ന ആ കണ്ടെയ്നറിൽ തന്നെ, ആ പിന്നിൽ തന്നെ നിക്ഷേപിക്കുക. പിന്നെന്താണ്, ക്ലീൻ ചെയ്തെടുക്കാം. അതായത് ലാസ്റ്റ്ലി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യും അല്ലെ, അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വലിച്ചെടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് മൊത്തത്തിൽ അത് ക്ലീൻ ചെയ്തെടുക്കും. ഇത്തരത്തിലുള്ള നേരത്തെ കൂട്ടി അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന സൊല്യൂഷനാണ് ഇന്ന വേസ്റ്റുകളെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ആ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യം. അത് തന്നെയാണ് ഓരോ സ്പില്ലേജ് വേസ്റ്റിലും വരുന്നത്. അതായത് പൊതുവെ ഈ അപകടകരമായ വസ്തുക്കൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ PPE കിറ്റ് ഒക്കെ എപ്പോഴും ഓരോ പോയിന്റിലും അത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മുടെ അണുക്കൾ ഇല്ലാതിരിക്കുന്ന ഒരു മാറ്ററാണ് പ്രധാനമായിട്ടും അവര് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ഇൻഫെക്ട് ദ ഏരിയ, എപ്പോഴും ഡിസ്ഇൻഫെക്ട്, അതായത് ആ ഏരിയ എപ്പോഴും അണുക്കൾ ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളൊക്കെയാണ് അത് വന്നേക്കുന്നത്. അതായത് ലീക്കേജ് റെസ്പോൺസ് പ്ലാനിങ് ഇൻ പ്ലേസ്, അവിടെ എന്താണ് ലീക്കേജ് എന്നുള്ളത്, പ്രൊവൈഡ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞല്ലേ, എല്ലാത്തിലും ചില സാധനങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ചില എക്യുപ്മെന്റുകൾക്കേ പറ്റുള്ളൂ, എല്ലാത്തിനും ഒരേ എക്യുപ്മെന്റ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം, ട്രെയിൻ ചെയ്യണം. അവർക്കൊക്കെ ആ സ്റ്റാഫുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം കൃത്യമായിട്ട് ലീക്കേജ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാത്തിനും ഓരോ പ്രത്യേക ബിന്നുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ മുഴുവനും നശിപ്പിച്ച് കളയേണ്ടതാണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെയ്നർ ലേബിൾ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ, നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് എന്തായാലും മസ്റ്റായിട്ട് പാലിക്കണം. ഇതാണ് സ്റ്റെപ്പിൽ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു പോയത് ലാസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്പില്ലേജ് വേസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. 5-6 സ്പില്ലേജ് വേസ്റ്റിന്റെ കാര്യങ്ങളാണ്, അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുക. പിന്നെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് മോളിലേക്ക് പിന്നെ അവസാനത്തിന് കയറുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ട കുറെ സ്പില്ലേജുകളുടെ കാര്യങ്ങളാണ്, ബ്ലഡ് ആന്റിബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ്, ഷാർപ്പ് വസ്തുക്കള്, റേഡിയേറ്റീവ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് സ്പില്ലേജ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ. പിന്നെ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ, അതായത് എവിടെയൊക്കെ സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ പ്രൊസീജിയർ നടക്കുമ്പോൾ ലബോറട്ടറികളില് പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിബിൾ മെഡിക്കൽ വേസ്റ്റ്, നമ്മളിപ്പോ ഒരു വേസ്റ്റ് മറ്റൊരു പ്ലേസിലേക്കൊക്കെ അതും ശ്രദ്ധിക്കണം. അവിടെ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ റിപ്പയർ ചെയ്യുമ്പോഴും അതിലും ചില കുഞ്ഞ് ഈ അണുക്കൾ എന്ന് പറയുന്നത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് ഇത്രയും കെയർഫുൾ ആയിട്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറയുന്നത്. ഇതില് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റിസ്കുകൾ, ഹസാർഡ് വേസ്റ്റ് വരുമ്പോഴുണ്ടാകുന്ന റിസ്കുകൾ, ഇൻഫെക്ഷൻ വരാം, കെമിക്കൽ എക്സ്പോഷർ, പെട്ടെന്ന് തന്നെ രാസവസ്തുക്കൾ, എന്താ പറയാ ഭയങ്കര വിപുലമായിട്ട് രാസവസ്തുക്കൾ ചെയ്യുമ്പോൾ അത് അന്തരീക്ഷത്തിനെ കൂടി ബാധിക്കും അല്ലെ, ഇഞ്ചുറീസ് വരാം. റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ
പൊല്യൂഷൻ മൊത്തത്തിൽ ഈ ഒരു എൻവയോൺമെന്റിനെ അത് അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ ആ റിസ്ക് വലുതായെന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിരിക്കാം. ഒരുപാട് പറഞ്ഞു തരാനായിട്ട് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്ത ടീച്ചറും വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് അടുത്ത ക്ലാസ്സും ഉണ്ട്. എനിവേ നിങ്ങൾക്ക് സ്പില്ലേജ് വേസ്റ്റ് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഹലോ, എന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടോ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ക്ലാസ് റൂം നിങ്ങൾ കേട്ടായിരുന്നു? ഹലോ, ഇപ്പൊ കുറച്ച് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ കുറച്ച് മനസ്സിലായത് വെച്ച് നിങ്ങൾ അതൊന്ന ക്ലാസ് കേട്ട് നോക്കൂ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചു നോക്കുമ്പോഴായിരിക്കും സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാം. അതായത് ഹോസ്പിറ്റലിലെ വേസ്റ്റുകളിൽ നിന്ന് അണുക്കൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗിയെ ബാധിക്കും. അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിനെ ബാധിക്കും. പിന്നെ അന്തരീക്ഷത്തിലാണ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അത് മൊത്തത്തിൽ എൻവയോൺമെന്റിനെ കൂടി കുറച്ച് മനസ്സിലായി മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഇപ്പൊ ഓരോ 5-6 സ്പില്ലേജ് വേസ്റ്റുകളുടെ സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇന്ന സ്ഥലങ്ങളിൽ വരാം, ഇന്ന രീതിയിലാണ് സ്പില്ലേജ് വേസ്റ്റ് വരുന്നത്, ഇന്ന രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിങ്ങനെ റിപ്പീറ്റേഷൻ വരുന്ന ഒരു മാറ്ററുകളാണ്. ഇനി നിങ്ങൾ വായിച്ചു നോക്കൂ. വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ്? എനിവേ നമുക്ക് ഇച്ചിരി സ്പീഡിലും കൂടി എടുത്തിട്ടാണ് അലോട്ടബിൾ ആയ ടൈമിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ സാധിച്ചത്. അതാണ് അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു. ഞാൻ ടൈം വേസ്റ്റ് ചെയ്തെന്ന് തോന്നണല്ലേ, ഇത്ര സ്പീഡ് കൂടുതലായിട്ടാണ് എടുത്ത് കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര ടൈമിൽ ഇത്തിരി ക്വസ്റ്റ്യൻസ് തന്നത്. പക്ഷെ നെക്സ്റ്റ് ടൈമിൽ ഈ ക്വസ്റ്റ്യൻസിനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു സ്പീഡ് കുറച്ച് എടുക്കാൻ പറ്റുന്ന തോന്നണേ. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഞാൻ പരിഗണിക്കരുത്. നമുക്ക് സ്പീഡ് കുറച്ച് ക്ലാസ് എടുക്കാം. അപ്പൊ നെക്സ്റ്റ് മൊഡ്യൂളില് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെടരുത്. നമുക്ക് മോക്ക് ടെസ്റ്റിൽ നിന്ന് തരാം. ക്ലാസ് ഇച്ചിരി കൂടി ഒന്ന് സ്ലോ ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് മാനേജബിൾ ആവും. എനിവേ ഓൾ ദി ബെസ്റ്റ്. കാണാം.